2024 മലയാള സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല നല്ല മൂവീസുകളല്ലേ. സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ആർട്ടിസ്റ്റുകളുടെ പുതിയ പെർഫോമൻസ്, പുതിയ ആൾക്കാർ ഇപ്പം നസ്ലീൻ അങ്ങനെയുള്ളവരൊക്കെ നല്ല പെർഫോമൻസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുൻ അശോകൻ്റെ നൈസായിരുന്നു. നല്ല പടം, ത്രില്ലറാണ്, എങ്ങനെയൊക്കെയോ കൊണ്ടുപോകുന്നത്, അത്രയേ ഉള്ളൂ. കൊള്ളാം, നല്ല മേക്കിംഗ്, കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. നല്ല പടമാണ്, കുഴപ്പമില്ല, കൊള്ളാം. നല്ല കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. കോമഡിയൊക്കെ അടിപൊളിയായിരുന്നു. ആവറേജ്. അർജുൻ അശോക് ഓക്കെ, അത്ര ത്രില്ലിംഗ് ഒന്നും അല്ല, ബട്ട് ആവറേജ്. ഇല്ല ഒന്നുമില്ല, കുഴപ്പമില്ല, കൊള്ളാം. നല്ല കോമഡി ഉണ്ടായിരുന്നു, നല്ല പടം, കൊള്ളാം. കോമഡി ഉണ്ടായിരുന്നു. ഭയങ്കര സംഭവമൊന്നുമില്ല, കുഴപ്പമില്ല, കൊള്ളാം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ത്രില്ലറാണ്, എങ്ങനെയൊക്കെയോ കൊണ്ടുപോകുന്നത്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എടുത്ത് പറയാം, ഒന്നുമില്ല. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. ദേവും റാഫിൻ്റെ മോനും ഒക്കെ ആക്റ്റീവാക്കി ആയിട്ടുണ്ട്. പക്ഷേ പടം അത്ര പോരാ, ഒന്നുമില്ല, കൊള്ളൂല, ഇഷ്ടമായില്ല. പടം എന്താ പറയുന്നത്, ഒരു എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയോലെ തോന്നി. പേഴ്സണലി പറയുന്നതാണ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അർജുൻ അശോകൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് പടം മൊത്തത്തിൽ പോയാലും തോന്നുന്നു. ഒരു ഫസ്റ്റ് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. കോമഡി അർജുൻ അശോകൻ്റെ എല്ലാം നൈസായിരുന്നു. പിന്നെ ലാസ്റ്റ് റിയാസ് ഖാൻ വന്നപ്പോഴും അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി തൃപ്തിപ്പെടുത്തി ഒന്നുമില്ല അതിനകത്ത്. നാദിർഷയുടെ ഒരു സോങ് ഉണ്ട്, അദ്ദേഹം തന്നെ മ്യൂസിക് ചെയ്തൊരു സോങ് ഉണ്ടായിരുന്നു, ഒരു തൂ വെണ്ണില എന്ന് പറഞ്ഞൊരു സോങ്. അത് ഒഴിച്ച് പടം ടോട്ടലി ഫ്ലോപ്പാണ്. വീക്ക് സ്ക്രിപ്റ്റ്, വീക്ക് ഡയറക്ഷൻ, വീക്ക് പെർഫോമൻസ് എല്ലാം കൊണ്ടും വളരെ മോശമായി പോയി. കാരണം 2024 മലയാള സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല നല്ല മൂവീസുകളല്ലേ. സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ആർട്ടിസ്റ്റുകളുടെ പുതിയ പെർഫോമൻസ്, പുതിയ ആൾക്കാർ ഇപ്പം നസ്ലീൻ അങ്ങനെയുള്ളവരൊക്കെ നല്ല പെർഫോമൻസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു മലയാള സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്ക് യാതൊന്നുമില്ല. 2 മണിക്കൂർ വെറുതെ സമയം പോകാമെന്നല്ലാതെ അതുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിനായിട്ടുള്ള പ്രശ്നം സ്ക്രിപ്റ്റ് തന്നെയാണ്. ഏത് സിനിമയുടെയൊക്കെ ഒരു ബേസ്മെൻ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണല്ലോ. സ്ക്രിപ്റ്റ് മോശമായി പോയാൽ പോയി. റാഫിയുടെ പഴയ കാലത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പുതുക്കോട്ടാണെങ്കിൽ പുതുമണ വളയം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ തെങ്കാശി പട്ടണം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു കോമഡി പോലും അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യമായ സത്യം. എന്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് യാതൊരു വളരെ മോശമാണ്. നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ എന്നെങ്കിലും നമുക്ക് സാധനം പറയാം. പക്ഷേ ഇത് അതുപോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് സത്യം. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കൊക്കെ നമുക്ക് പടം തീർത്താൽ മതി എന്നുള്ള ഇതായി പോകും. എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ളതായി പോകും. അത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. സ്ക്രിപ്റ്റ് കോമഡി ഒന്നും വർക്കൗട്ടായിട്ടില്ല. ഒരു സംഭവം പോലും കോമഡി വർക്കൗട്ടായിട്ടില്ല. കാരണം സ്ക്രിപ്റ്റിൽ വേണ്ടേ. ഒരു കോമഡി ആണെങ്കിൽ സ്ക്രിപ്റ്റിൽ ഉണ്ടെങ്കിലല്ലേ ഇതാവത്തുള്ളൂ. അതായിപ്പോൾ നടനെ കുറിച്ച് വലുതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ക്യാരക്ടർ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ വളരെ ഇഷ്ടപ്പെട്ടു പടം. ആക്ച്വലി കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റാണ്. ആ നടൻ എന്ന് വെച്ചാൽ റാഫി ഖാൻ്റെ മോൻ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്, സാധനം കൊള്ളാം. പക്ഷേ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവർ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിപ്പോൾ എന്നുള്ള വെച്ചാൽ ഇത്രയും സിനിമയിലൊക്കെ അത്രയും ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. സോ അപ്പോൾ അതൊന്ന് കുറച്ചിരുന്നു വെച്ചാൽ ഈ 2 മണിക്കൂർ 12 മിനിറ്റോളം കണ്ടന്റ് ഉണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പല സിറ്റുവേഷനിലും അർജുൻ ചേട്ടൻ ഈ പടം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ ആ കോപ്പിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ശരിയാക്കിയിട്ട് ഈ ടൈം ഡ്യൂറേഷൻ ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ കുറച്ച് ഒന്ന് ചെയ്താൽ കുറച്ച് സീൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്തൊന്ന് സെറ്റാക്കി എടുത്താൽ പടം കൊള്ളാം. ഇത് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് ഒന്ന് പോകാമെന്നുള്ളൊരിതാണ് ആ പടത്തിന്. റാഫി ഖാൻ്റെ പുള്ളി അവിടെ നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട് ബ്രോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പോരായ്മ എന്നല്ല, ഇത് അവിടെ നമ്മളെ പടം എൻഗേജിങ് ആക്കുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി എന്ന് പറയാൻ പറ്റില്ല. കുറേ സീൻസ് അത് ഞാൻ പറഞ്ഞ സീൻസ് ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക് പറയാനുള്ളത്. ബട്ട് അതേ പറഞ്ഞ പടം ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ്. കോമഡി അവിടെ വർക്കാവുന്നുണ്ട്. പല സിറ്റുവേഷനിലും പടത്തിന് ഒരു സൈലൻസ് മൂടി പോകുമ്പോഴും ഈ കോമഡിയാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. അത് പല റാഫിയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പല ആക്ടേഴ്സുണ്ട്, കുറേ പേരെ ട്രെയിലർ കാണിച്ചിട്ടില്ല. അപ്പോൾ അവരൊക്കെ ആണെങ്കിലും പാഷാണ് ഷാജിയുടെ പലരും കോമഡിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും ഡീറ്റെയിലിംഗ് ആണ് ഈ പടത്തിന് ഇത്രയൊരു ഇതായത്. ഈ 2:12 എന്നുള്ളത് ഒരു 1.5 മണിക്കൂർ അത്രയാക്കി ചുരുക്കിയാൽ ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നുന്നു.